Saree shopping is a kind of therapy for me. This is again saree shopping in Coimbatore, the very famous shop Sridevi Sells. അപ്പോൾ ലാസ്റ്റ് മന്ത് മാർച്ചിലാണ് ഞാനും അമ്മയും കൂടി ഒന്ന് കോയമ്പത്തൂർ സാരി ഷോപ്പ് ചെയ്യാനായിട്ട് പോയിട്ടുണ്ടായിരുന്നത്. നമ്മളെപ്പോഴും കോയമ്പത്തൂർ ഷോപ്പിംഗ് എന്ന് കേൾക്കുമ്പോൾ ഏറ്റവും ഫെമിലിയർ ആയിട്ടുള്ള നെയിമാണ് ശ്രീദേവി സെൽസ്. അപ്പോൾ ആദ്യമായിട്ടാണ് ഞങ്ങളും ശ്രീദേവി സെൽസിലേക്ക് പോകുന്നത് കേട്ടോ. ഈ പേര് ഇത്രയും ഫെമിലിയർ ആയതുകൊണ്ട് നമുക്കൊന്ന് പോയി നോക്കാം എന്ന് ഓർത്തിട്ട് ശ്രീദേവിയിൽ പോയതാണ്. ഭയങ്കര നല്ല അടിപൊളി കളക്ഷൻസ് ഉള്ള ഒരു ഷോപ്പായിട്ടാണ് ഫീൽ ചെയ്തത്. ആദ്യമേ തന്നെ എനിക്ക് സെമി സിൽക്ക് എടുക്കാനാണ് പോയിട്ടുണ്ടായിരുന്നത്. ഒരു 3000 റേഞ്ചിനകത്ത് വരുന്ന സെമി സിൽക്ക് സാരികളാണ് ഇപ്പൊ നിങ്ങൾ ഈ കാണാൻ പോകുന്നതെല്ലാം. അപ്പോൾ ഇതിൽ നിന്നൊരു സാരി ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഷെയ്ഡ് ലൈക്ക് ഈ ഒരു ബ്ലൂ പർപ്പിളും വരുന്ന ഷെയ്ഡ് കൈൻഡ് ഓഫ് സാരി എനിക്ക് ഉണ്ടായിരുന്നില്ല. എന്റെ കളക്ഷനിൽ ഈ ഒരു കോമ്പിനേഷൻ ഇല്ല. അങ്ങനെ ഞാൻ ഈ ഒരു സാരി കണ്ടപ്പോൾ അതൊന്ന് ട്രൈ ചെയ്യാമെന്നും പറഞ്ഞിട്ട് അതൊന്ന് ഡ്രൈപ്പ് ചെയ്ത് നോക്കുവാണ്. അപ്പൊ ഡ്രൈപ്പ് ചെയ്യുന്ന ചേച്ചി ഒരു പാലക്കാടുകാരി മലയാളി ചേച്ചിയായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ആദ്യം ഈ ഒരു സാരി ഒന്ന് വെച്ച് നോക്കി. ആ സാരി എനിക്ക് പെട്ടെന്ന് ഒറ്റ നോട്ടത്തിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സാരിയാണ്. സെയിം സാരി തന്നെ അമ്മയും ഒന്ന് ഡ്രൈപ്പ് ചെയ്ത് നോക്കി. ബിക്കോസ് എനിക്കാണ് സെലക്ട് ചെയ്യുന്നതെങ്കിലും ഞാൻ വേറൊരാളെടുത്ത് കാണുമ്പോഴാണല്ലോ സാരി അത് എങ്ങനെ ഉണ്ടാവുക എന്നറിയാൻ. അങ്ങനെ ഞാൻ അമ്മേനെയാണ് എനിക്ക് ഇഷ്ടമായ സാരികളെല്ലാം തന്നെ ഡ്രൈപ്പ് ചെയ്ത് നോക്കിയത്. ഇതിൽ ഈ ബ്ലൂ അമ്മയ്ക്ക് ഒരുപാട് ഇഷ്ടമായതാണ്. അമ്മയുടെ മുത്താച്ചിരി അമ്മയ്ക്ക് ഒരുപാട് ഇഷ്ടമായ ഒരു ബ്ലൂ ആണ്. ഇത് പോച്ചമ്പള്ളി ഡിസൈൻ ഉള്ളതാണ്. ഞങ്ങളുടെ കയ്യിൽ ഇങ്ങനത്തെ ഒത്തിരി സിൽക്ക് ഉണ്ട്, സെമി സിൽക്ക്. പക്ഷെ ഒന്നും പോച്ചമ്പള്ളി ഡിസൈൻ അല്ല, പ്ലെയിൻ കാഞ്ചീപുരം സെമി സിൽക്ക് സാരീസ് ആണ്. സോ അതിന്റെ തന്നെ അടുത്ത കളർ ഷെയ്ഡാണ് ഈ ഉടുത്ത് നോക്കുന്നത്. ഇതെല്ലാം 3000 റേഞ്ച് മാത്രമേ ഉള്ളൂ കേട്ടോ. 2800 to 3000 വരുന്ന സാരികൾ മാത്രമാണ് ഈ കാണുന്നതെല്ലാം. ആൻഡ് അതിന്റെ തന്നെ വേറെ കളർ ഷെയ്ഡുകളാണ് ഈ ടർക്യൂസ് ബ്ലൂ പോലത്തെ ഷെയ്ഡുകളൊക്കെ. അപ്പൊ അവിടെ നിന്ന് ഒരു സാരി സെലക്ട് ചെയ്തിട്ട് വെറുതെ അവിടെ 1000 റുപ്പീസ് ബിലോ ആയിട്ടുള്ള സാരികളൊന്നും നോക്കാൻ പോയി. അവിടെ നിന്ന് 1000 റുപ്പീസിന്റെ സാരീസ് ഒക്കെ ജസ്റ്റ് ഞങ്ങളൊന്ന് നോക്കുക മാത്രമേ ചെയ്തുള്ളൂ, എടുത്തില്ല. ഫംഗ്ഷൻ വെയർ ആയിട്ട് സിൽക്ക് എടുക്കാൻ വേണ്ടിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഓൾറെഡി എന്റെ കയ്യിൽ കുറച്ച് സിൽക്ക് ഉള്ളത് കൊണ്ട് സെമി സിൽക്ക് ഒന്ന് എടുക്കാം എന്ന് വിചാരിച്ചിട്ട് ഞാൻ അതിൽ നിന്ന് ഒരു സെമി സിൽക്ക് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് അമ്പലത്തിലൊക്കെ കൊടുക്കാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് 600 to 850 റുപ്പീസിനകത്തുള്ള സാരികളാണ് ഈ കാണുന്നതെല്ലാം തന്നെ. അമ്പലത്തിലല്ല, ഇപ്പൊ ഈവനിങ് കല്യാണം റിസപ്ഷൻ ഒക്കെ കൊടുക്കാൻ പറ്റുന്ന, നന്നായി സ്റ്റൈൽ ചെയ്യാൻ അറിയാവുന്നവർക്ക് അടിപൊളിയായിട്ട് ഡ്രൈപ്പ് ചെയ്യാൻ പറ്റുന്ന കൈൻഡ് ഓഫ് സാരികളാണ് ഈ കാണുന്നതല്ല കേട്ടോ. അപ്പൊ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇനി ഞങ്ങൾ പ്യുവർ സിൽക്കിലേക്കാണ് പോകുന്നത്. അമ്മയ്ക്ക് ഒരു പ്യുവർ സിൽക്ക് എടുക്കണം എന്നുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഈ സെക്ഷൻ 4000 സ്റ്റാർട്ട് ചെയ്യുന്ന പ്യുവർ സിൽക്കുകളാണ്. ഈ സാരിയൊക്കെ ബോർഡർലെസ് ആയിട്ട് വരുന്ന പ്യുവർ സിൽക്ക് സാരീസ് ആണ്. നല്ല കുറേ സാരി, ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു, ഒത്തിരി കളക്ഷൻ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ശ്രീദേവി സിൽക്ക് എന്ന് പറയുന്ന ഒത്തിരി പോപ്പുലർ ആയത് വെറുതെ അല്ല, അത്രമാത്രം കളക്ഷൻ ഉണ്ട്. നമ്മുടെ റേഞ്ചിൽ നിൽക്കുന്ന സിൽക്ക് ആണെങ്കിലും സെമി സിൽക്ക് ആണെങ്കിലും കോട്ടൺ ആണെങ്കിലും ഒക്കെ ഒരുപാട് കളക്ഷൻ അവൈലബിൾ ആയിട്ടുള്ള ഒരു ഷോപ്പാണ് കേട്ടോ, ഒരു ടെക്സ്റ്റൈലാണ്. സോ അങ്ങനെ കുറെ നോക്കി അമ്മ ഇങ്ങനെ ഈ ഒരു മെജന്റ റാണി പിങ്ക് ഷെയ്ഡ് നോക്കുകയാണ്. അതൊക്കെ ബോർഡർലെസ് ആയിട്ടുള്ള പ്യുവർ സിൽക്കിൽ വരുന്ന സാരികളാണ്. നല്ല ഭംഗിയുള്ള ഒരു സാരിയായിരുന്നു. ആൻഡ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായ ഒരു പ്യുവർ സിൽക്ക് സാരിയാണ് ഈ കാണുന്നത്. 10,000 9,600 റേറ്റ് ഉണ്ട്, 10,000 ക്ലോസ് ടു 10,000 റേറ്റ് ഉണ്ട്. അപ്പോൾ ഞാൻ എനിക്ക് എടുക്കാനായിട്ടായിരുന്നില്ല, അമ്മയ്ക്കായിരുന്നു പ്യുവർ സിൽക്ക് എടുക്കാൻ നോക്കിയത്. അപ്പോൾ പ്യുവർ സിൽക്കിലെ തന്നെ ഈ പ്ലെയിൻ ആയിട്ടുള്ള ഗോൾഡ് ബോർഡർ, ഗോൾഡൻ ജെറി ഇല്ലാത്ത പ്ലെയിൻ സാരികളാണ് നോക്കിക്കൊണ്ടിരുന്നത്. നല്ല സാരികൾ ഉണ്ടായിരുന്നു, ഒരുപാട് കളക്ഷൻ. അത് തന്നെയാണ് ഞാൻ പറയുന്നത്, അത്രയും കളക്ഷൻ ഉണ്ടായിരുന്നു. വൈഡ് കളർ റേഞ്ച് ഉണ്ടായിരുന്നു. നമ്മുടെ നോർമലി നമ്മൾ കാണുന്ന കളർ റേഞ്ചുകളിനേക്കാൾ ഒരുപാട് കളർ റേഞ്ചിലുള്ള സാരികൾ അവിടെ കാണാനുണ്ടായിരുന്നു. ഡാർക്ക് ലീഫ് ഗ്രീൻ വിത്ത് ബ്രിക്ക് റെഡ് ബോർഡർ, റോയൽ ബ്ലൂ വിത്ത് മസ്റ്റാർഡ് പല്ലു, അങ്ങനെ റെയർ ആയിട്ടുള്ള ഒത്തിരി കോമ്പിനേഷനിലുള്ള സാരീസ് അവിടെ കാണാനുണ്ടായിരുന്നു. പക്ഷെ ഇതെല്ലാം നോക്കുമ്പോഴും നിങ്ങൾക്ക് ഇപ്പൊ തന്നെ മനസ്സിലായിട്ടുണ്ടാവും അമ്മ ഏതായിരിക്കും സെലക്ട് ചെയ്തതെന്ന്. എത്ര സാരി കാണുമ്പോഴും അമ്മയ്ക്ക് ആ ഒരൊറ്റ സാരി തന്നെ മതിയായിരുന്നു. ഞാനിങ്ങനെ ഡിഫറെന്റ് കളേഴ്സ് കാണിക്കാൻ പറയുന്നുണ്ടായിരുന്നു, ഡിഫറെന്റ് കളേഴ്സ് ഓപ്പൺ ചെയ്ത് നോക്കുന്നു ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഒറ്റ നോട്ടത്തിൽ തന്നെ അമ്മയ്ക്ക് ഒരു സാരി ഇഷ്ടമായിട്ടുണ്ട്. ആ സാരി മാത്രമാണ് അമ്മ ഡ്രൈപ്പ് ചെയ്തതും നോക്കിയതും എല്ലാം. അതാണ് ഈ സാരി, ഈ റാണി പിങ്ക് സാരി. അമ്മയ്ക്ക് ഒരുപാട് ഇഷ്ടമായി റാണി പിങ്ക്. അങ്ങനെ ഈ സാരി അമ്മ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടുത്തെ സെലക്ഷൻ ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഗ്രൗണ്ട് ഫ്ലോറിൽ പ്യുവർ സിൽക്ക് ബ്രൈഡൽ സിൽക്കിന്റെ സൈഡിൽ വന്ന് ജസ്റ്റ് ഒന്ന് സാരിയൊക്കെ നോക്കി അവിടെ നിന്ന് ബില്ല് ചെയ്യാനായിട്ട് ബില്ലിംഗ് കൗണ്ടറിൽ പോയി. ബില്ല് ചെയ്ത് സാരിയുടെ എഡ്ജും കെട്ടി ഞങ്ങൾ അവിടെ നിന്ന് കോയമ്പത്തൂർ ഷോപ്പിംഗ് കംപ്ലീറ്റ് ചെയ്തു. സോ സാരി പർച്ചേസിംഗ് ഫ്രം കോയമ്പത്തൂർ ശ്രീദേവി സിൽക്സ് ഇസ് ഓവർ ഹിയർ. അങ്ങനെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഒരു ചായയൊക്കെ കുടിച്ചു. ഈവനിങ് 6 മണിയുടെ ട്രെയിനിന് കോയമ്പത്തൂരിൽ നിന്ന് തിരികെ വന്നു. So until the next video, bye bye.